നമ്മൾ രാവിലെ തൊട്ടേ വരുന്ന ചില വാർത്തകളുണ്ട്. നമ്മുടെ വയനാട് ദുരന്തം എല്ലാവരുടെയും കണ്ണ് മനയിപ്പിച്ച ഒരു ദുരന്തമായിരുന്നു. അതിനുശേഷം വന്നേക്കുന്ന കുറച്ച് വാർത്തകൾ, ദുരിതാശ്വാസ നിധിയുമായിട്ട് ബന്ധപ്പെട്ട വന്ന വാർത്തകൾ വളരെ വിവാദം ഉണ്ടാക്കിയായിരുന്നു. അന്ന് പലരും പറയുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇത് കൃത്യമായിട്ട് ആൾക്കാരുടെ കയ്യിൽ എത്തുന്നില്ല എന്നൊക്കെ ഉള്ള ഒത്തിരി ആക്ഷേപങ്ങളൊക്കെ വന്നു. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട ദുരിതാശ്വാസ നിധിയുടെ ക്രമക്കേടുകളൊക്കെ പലതും വന്നു. അപ്പോൾ അതിനിടയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും കൃത്യമായിട്ട് ആൾക്കാരിൽ എത്തുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതിന് ഒത്തിരി പാളിച്ചകളുണ്ടാകാം, എന്നാലും അത് ഗവൺമെൻറ്റിൻ്റെ കൈകളിലൂടെ അത് കൃത്യമായി എത്തുമെന്ന് നമ്മുടെ ഒരു വിശ്വാസമല്ലേ. പ്രൈവറ്റായിട്ട് കൊടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇത് തന്നെയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്തു. പക്ഷേ രാവിലെ തൊട്ട് വരുന്ന ചില വാർത്തകൾ നമ്മളുടെ എന്താണിത്, നമ്മളുടെ ഇത് തന്നെ തെറ്റിപ്പോയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളായിരുന്നു വരുന്നത്. കാരണം ഒരു മൃതശരീരം മറവ് ചെയ്യാൻ വേണ്ടി 22,000 72,000 രൂപയോളം ആയി എന്നൊക്കെ പറയുന്നു. അത് 2 കോടിക്ക് മുകളിൽ മൃതശരീരങ്ങളെല്ലാം കൂടെ മറവ് ചെയ്യാൻ വേണ്ടി ആയി. ഭക്ഷണത്തിന് വേണ്ടി 8 കോടി രൂപയെങ്ങാണ്, വസ്ത്രത്തിന് വേണ്ടി 11 കോടി രൂപയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ നിരന്തരമായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വസ്ത്രത്തിൻ്റെയൊക്കെ കാര്യം പലപ്പോഴും വസ്ത്രങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം അതിനി ആവശ്യമില്ല, വസ്ത്രങ്ങൾ ഇനി ആരും അയക്കേണ്ട എന്ന് കളക്ടറിലേക്ക് ഉത്തരവ് വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഭക്ഷണം ഫ്രീ ആയിട്ട് പലരും കൊടുത്തു, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടായി, അതൊക്കെ നമ്മളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് ആൾക്കാർ പലരും ആക്ഷേപിക്കുന്ന രീതിയിൽ ദുരിതാശ്വാസ വെട്ടിപ്പാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു. ആ വാർത്തകൾ വന്നപ്പം സത്യം പറഞ്ഞാൽ ഒന്ന് പകച്ചുപോയി എന്നുള്ളത് സത്യം തന്നെയാണ്. നമുക്ക് ആ വാർത്തകളൊന്ന് കേൾക്കാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ രക്ഷാദൗത്യത്തിന് വേണ്ടി സർക്കാർ ചിലവാക്കിയ പണത്തിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. വ്യോമസേന ഉപയോഗിച്ച ഹെലികോപ്റ്ററുകൾക്കായിട്ട് നൽകിയത് 17 കോടി രൂപയാണ്. ദുരിതബാധിതരെ ഒഴിപ്പിക്കുന്നതിന് 12 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുള്ള ആളുകൾക്ക് വസ്ത്രം വാങ്ങി നൽകിയ വകയിൽ 11 കോടി രൂപ ചിലവായി. അതുപോലെ ഭക്ഷണം കൊടുക്കാൻ 8 കോടി രൂപയും ചെലവിട്ടു. 359 മൃതദേഹം സംസ്കരിക്കുന്നതിന് 2 കോടി രൂപ, 2,76,00,000 രൂപ ചെലവ് വേണ്ടി വന്നുവെന്നും കണക്കിൽ പറയുന്നു. അശ്വിൻ ബാലാഴി വിവരങ്ങളുമായി ചേർന്നു. പറയൂ അശ്വിൻ. ഈ ദുരിതബാധയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളിൽ പൂർണ്ണമായ പ്രവർത്തനങ്ങളുടെ വരവ് ചെലവ് കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും അല്ലെങ്കിൽ കണക്കിന്റെ ചില കാര്യങ്ങളടക്കം ഇപ്പോൾ വിമർശന വിധേയവുമായിട്ടുണ്ട്. എന്തായാലും ഈ കണക്കിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിരിക്കുന്നത്, അത് ദുരിതബാധിതരെക്കാൾ കൂടുതൽ ആ തുക ചെലവഴിച്ചിരിക്കുന്നത് ഇതിന്റെ വോളണ്ടിയർമാർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ഈ കണക്കിന്റെ ആകത്തുക നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിന്റെ വിവരങ്ങളിലേക്ക് വന്നാൽ 350 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനാകെ 2,76,00,000 രൂപയാണ് സർക്കാർ ചെലവഴിച്ചത് എന്നുള്ളതാണ് കണക്കിൽ ഏറ്റവും ആദ്യമായി പറയുന്ന കാര്യം. അതിനുശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയ വോളണ്ടിയേഴ്സിന് വേണ്ടി 2,98,00,000 രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ വാഹനങ്ങൾക്ക് വേണ്ടി ഇന്ധനമടിച്ച ചെലവിലാണ് 4 കോടിയോളം രൂപ ചെലവഴിച്ചു എന്നുള്ള കണക്ക് ഇതിൽ പറയുന്നത്. ഒപ്പം ബെയിലി പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്തിയ വക 1 കോടി രൂപ ചെലവഴിച്ചതായും സർക്കാർ ഈ കണക്കിൽ പറയുന്നുണ്ട്. 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്റർ ഉപയോഗിച്ചതിന്റെ ചെലവാണ് 7 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്റർ ഉപയോഗിച്ചതിന്റെ ചെലവാണ് 7 കോടി രൂപയായി സർക്കാർ പറയുന്നത്. ഒപ്പം 17 ഇന്ത്യൻ എയർഫോഴ്സ് ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജിന് വേണ്ടി 17 കോടി രൂപ ചെലവാക്കിയതായും പറയുന്നുണ്ട്. ഒപ്പം ഈ ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വാഹനങ്ങൾ ഉപയോഗിച്ച വക 12 കോടി രൂപ അതിനുവേണ്ടി മാത്രം ചെലവഴിച്ചുവെന്നും ഈ കണക്കുകളിൽ പറയുന്നു. ഇങ്ങനെ എല്ലാം വലിയ തുകകൾ വേണ്ടി ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ചു എന്നുള്ളതാണ് കണക്ക്. ഒപ്പം മിലിറ്ററി വോളണ്ടിയർമാരുടെ മെഡിക്കൽ സൗകര്യങ്ങൾക്ക് വേണ്ടി 2 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒപ്പം ഇവരുടെ താമസം, മിലിറ്ററി ഒപ്പം വോളണ്ടിയേഴ്സ് എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ
15 കോടി രൂപയാണ് സർക്കാർ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിരിക്കുന്നത്. ഒപ്പം അവരുടെ ഭക്ഷണം, വെള്ളം അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി 15 കോടിക്ക് പുറമെ 10 കോടി രൂപ വേറെയും ചെലവഴിച്ചിട്ടുണ്ട്. ഒപ്പം JCB, ഹിറ്റാച്ചി, ക്രെയിൻ എന്നിവയടക്കം അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന രക്ഷാപ്രവർത്തന വാഹനങ്ങൾക്ക് വേണ്ടി ചെലവായത് 15 കോടി രൂപയാണ് എന്നാണ് സർക്കാർ പറയുന്നത്. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഈ വെള്ളമൊക്കെ എത്തിക്കുന്നതിന് പുറമെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം 8 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. ഒപ്പം ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾ നൽകുന്നതിന് വേണ്ടി 11 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണ് കണ്ടല്ലേ, ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ പലതും കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയില്ലേ? അതേപോലുള്ള കാര്യങ്ങളായി കേൾക്കുന്നത്. വെള്ളത്തിന് വേണ്ടി ഇത്ര കോടി, എല്ലാം കോടികളുടെ കണക്കാണ്. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിലെല്ലാം കോടികളുടെ കണക്ക്. അതാണ് നമ്മൾ ഞെട്ടിപ്പോകാനുള്ള കാരണം. വയനാട് എന്ന് പറയുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ച് നിന്ന ഒരു സംഭവമാണ്. നമ്മൾ പ്രളയം വന്നപ്പോഴും എല്ലാം നമ്മളുടെ മലയാളികളുടെ ഒരു ഒത്തൊരുമ കാണുന്നുണ്ട്. കാര്യം രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഒന്നിച്ച് നിൽക്കും ഒരു കാര്യത്തിന്. അതെനിക്ക് തോന്നുന്നു മലയാളികളുടെ ഇടയിൽ മാത്രമേ ഇത് കാണാറുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. ദുരിതാശ്വാസ നിധിയുടെ പങ്കുവെപ്പിനെ പറ്റി നമ്മൾ അടിയുണ്ടാക്കും, ഇതിൻ്റെ കാശ് കൊടുക്കുന്നതിനെ പറ്റി അടിയുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള അടികളുണ്ടാകും. പക്ഷേ ഒരു ദുരന്തം വന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്നിച്ച് നിൽക്കും എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയണം. പക്ഷേ ഈ വാർത്തകളൊക്കെ വന്നു കഴിയുമ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ വന്നു. ഇത് യഥാർത്ഥ കണക്കല്ല, ഇത് നമ്മുടെ മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കള്ളക്കണക്കാണ്, കള്ളത്തരമാണ് ഈ പ്രചരിപ്പിക്കുന്നത്, ഇതിനെല്ലാം മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിയാസിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റവന്യൂ മന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം മനസ്സിലാകത്തുള്ളൂ. ഈ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇത് ആധികാരികമായ റിപ്പോർട്ടാണോ എന്നും നമുക്കറിയില്ല. പക്ഷേ ഇത് ഗവൺമെൻറ് തലത്തിൽ നിന്ന് വരുന്ന ഒരു വിശദീകരണമുണ്ട്. നമുക്കതും കൂടെ ഒന്ന് കേൾക്കാം. വയനാട് ദുരന്തത്തിലെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ചെലവഴിച്ച തുകയുടെ കണക്കല്ല മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. ദുരന്തം നടന്ന സമയത്ത് ഹൈക്കോടതിയിൽ ഇതിന്റെ പകർപ്പ് നൽകിയിരുന്നുവെന്നും മന്ത്രിയുടെ വിശദീകരണം. MS ലിഷോയുടെ വിവരങ്ങൾ നൽകാനായിട്ട്. ലിഷോയ്, റവന്യൂ മന്ത്രിയുടെ പ്രതികരണം എന്തെന്നുള്ളതിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇത് ആ കണക്കല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കണക്ക് ഇത് എന്താണ്? ഈ പുറത്തു വന്ന കണക്ക് എന്താണെന്നാണ് മിനിസ്റ്റർ പറയുന്നത്? അതായത് ഈ ദുരന്തം നടന്നതിന് ശേഷം കേന്ദ്ര സർക്കാരിന് ഒരു മെമ്മോറണ്ടം കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും നൽകി. അത് തയ്യാറാക്കിയത് ഓഗസ്റ്റ് മാസം 2ാമത്തെ ആഴ്ചയിലാണ്. അതായത് ഓഗസ്റ്റ് 17 മുൻപായാണ് ഇത് തയ്യാറാക്കിയത്. ആ ഒരു സമയത്ത് തയ്യാറാക്കിയപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഒരു പ്രതീക്ഷിക്കുന്ന കണക്കുകൾ എന്നുള്ള രീതിക്കാണ് അത് തയ്യാറാക്കിയത്. അത് കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തു. അതായത് കേരളത്തിന് ലഭിക്കേണ്ട വലിയ ഒരു ഈ പുനരധിവാസ പാക്കേജിന് വേണ്ടിയുള്ള, അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കണക്കുകളാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. അതേസമയം തന്നെ ഈ ദുരന്തമുണ്ടായ സമയത്ത് ഹൈക്കോടതി സ്വമേധയാ ഒരു കേസെടുക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സമയത്താണ് ഈ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ഈ പ്രതീക്ഷിക്കുന്ന ചിലവുകളുടെയും അതുപോലെ തന്നെ മറ്റ് ലഭിക്കേണ്ട തുകകളുടെയും എല്ലാം തന്നെ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി നൽകിയതും അതേ മെമ്മോറാണ്ടം തന്നെ ഹൈക്കോടതിയിൽ നൽകുകയുണ്ടായി. അതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതെന്നാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതികരിക്കാമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുൻപിൽ പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് കൃത്യമായ ഒരു കണക്കുകൾ എല്ലാവർക്കും നൽകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതല്ലാതെ ഇതുവരേക്കും ചെലവായ തുകയുടെ ഒരു കണക്ക് അതല്ല എന്നുള്ള കാര്യമാണ് മന്ത്രി പറയുന്നത്. ഇത് അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ വിശദീകരണമാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഇത് തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ആവശ്യങ്ങൾ നമുക്ക് എത്ര കോടി ചിലവായിട്ടുണ്ട്, ഓരോ വിഭാഗത്തിനും എത്രയൊക്കെ വേണമെന്ന് കേന്ദ്രത്തിനൊരു മെമ്മോറാണ്ടം സമർപ്പിക്കാൻ വേണ്ടി കൊടുത്ത കണക്കുകളാണ് ഈ പ്രചരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് എന്തുമാത്രം, ഞാൻ പറഞ്ഞില്ലേ, എന്തുമാത്രം സത്യമുണ്ട് കള്ളത്തരമുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതുകൊണ്ടുള്ള ആകെ തുകയായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ ദുരിതാശ്വാസ നിധിയെപ്പറ്റി നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്.
അതുമായിട്ട് ഈ കൂട്ടി ചോദിക്കുമ്പം കുറച്ച് ആൾക്കാരെങ്കിലും വിശ്വസിക്കുന്നു. ഇതിൻ്റെ താഴെ വന്നേക്കുന്ന കമൻറ്റുകളൊക്കെ പലരും പറയുന്നത് കിട്ടും. ഞങ്ങൾ അന്നേരെ പറഞ്ഞില്ലേ ഇത് വെട്ടിക്കാൻ വേണ്ടിയുള്ള നിധിയാണ്. ഇതിനുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞു കേൾക്കുന്ന കഥകളിൽ ഒന്നുകൂടി ആയെന്നുള്ളത്. അത് നമുക്ക് താല്പര്യമുണ്ടെങ്കിലും ഒരാൾക്ക് കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും ഒന്ന് മനസ്സ് മടിക്കുമല്ലേ, ആ അവസ്ഥയിലേക്ക് ചെന്ന് എത്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഗവൺമെൻറ് തലത്തിൽ നിന്ന് റവന്യൂ മന്ത്രിയുടെ തലത്തിൽ നിന്നൊക്കെ പറയുന്നത് കൃത്യമാണെങ്കിൽ, ഇതിനെ വളരെയധികം അവർ പറയുന്ന വിശദീകരണം തൃപ്തികരമാണെങ്കിൽ, അത് ശരിയാണെങ്കിൽ ഈ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു എടുത്തുചാട്ടം ഉണ്ടായി എന്ന് നമുക്ക് പറയേണ്ടി വരും. അതോ മാധ്യമങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ, മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യമം വന്നേക്കുന്ന റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ ഭയങ്കര ഒരു അഴിച്ചുപണി ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ വേണ്ടി ഇത്രയൊക്കെ മുടക്കി എന്ന് നമ്മൾ കേൾക്കുന്നത് തന്നെ നമുക്ക് അന്താളിച്ച് നിൽക്കാനേ പറ്റത്തുള്ളൂ അല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് ആരുടെയും പക്ഷം പിടിച്ച് സംസാരിക്കാനും പറ്റില്ല. കാരണം ഗവൺമെൻറ്റേതായ കാര്യങ്ങൾ വിശദീകരിച്ചു, മാധ്യമങ്ങൾ അവർക്ക് കിട്ടിയ റിപ്പോർട്ടിനെ ആധാരമായി അവർ വാർത്ത കൊടുക്കുന്നു. കാരണം ഒത്തിരി ചാനലുകളുണ്ട്, അതിൻ്റെ സത്യാവസ്ഥയൊന്നും തിരക്കി നടക്കാൻ ഇവർക്ക് സാധാരണയുണ്ട്. കാര്യം മറ്റുള്ളവർ വാർത്ത ഇടുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇടുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റിയിലേക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്തുമാത്രം ഉണ്ടെന്നൊന്നും ഇവർ മാധ്യമങ്ങൾ ഇപ്പം തിരക്കാറില്ല. അത് തന്നെ അവരുടെ ഒരു വീഴ്ചയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ പൊതുജനങ്ങളുടെ ഉള്ളിൽ ഇതിനെപ്പറ്റിയൊക്കെയുള്ള സംശയങ്ങളുണ്ടാകും. അപ്പം സത്യം പറഞ്ഞ ഈ ഉദാഹരണത്തിന് ഞാൻ തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരാളാണെങ്കിലും ആദ്യമേ വന്നേക്കുന്ന ഈ റിപ്പോർട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാര്യം രാവിലെ തൊട്ട് നമ്മൾ സംസാരിക്കുന്നവരെല്ലാം പറയുന്നത് കണ്ടോ, ഇത് ഒരു മൃതശരീരം സംസ്കരിക്കാൻ വേണ്ടി 75,000 രൂപ ചിലവായി, ഇവിടെ എവിടുത്തെ നീതിയാണ്, ഇമാരെല്ലാം കട്ടുമുടിക്കുക എന്ന് ചിലരെങ്കിലും പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ വാർത്ത ഒരാൾ കണ്ടില്ലെങ്കിൽ, ഗവൺമെൻറ് തലത്തിലുള്ള വിശദീകരണം ഒരാൾ കേട്ടില്ലെങ്കിൽ അവൻ ആദ്യത്തെ വാദത്തിലൂടെ കുറച്ച് നിൽക്കും. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനേ ഇതൊക്കെ ഉപകരിക്കും. അത് സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർ മാപ്പി ചോദിക്കുക. അത് ഗവൺമെൻറ് തലത്തിൽ നിന്ന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർ തുറന്നു പറയുക. ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പരിഹരിക്കാനുള്ള പ്രശ്നമല്ലേ. ഏതായാലും ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന പരിപാടികളാണ് ഏത് ഭാഗത്തു നിന്നും ഉണ്ടാകും. അന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. ഓക്കെ, ബായ്.